بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിൻ്റെ ഭൗതികമായും പാരത്രികമായുള്ള എല്ലാ വിഷയത്തിലും ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന നേതാവാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബിയുർ റഹ്മ, റഹ്മത്തിൻ്റെ പ്രവാചകൻ, എല്ലാവർക്കും ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേര്. നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ തീന്മേശയിലും വസ്ത്രധാരണയിലും ആത്മീയമായിട്ടുള്ള പരിവേഷങ്ങൾക്കിടയിലും എല്ലാ മേഖലയിലും മുത്തുനബി തങ്ങളുടെ ഇടപെടലുണ്ട്. നോക്കൂ, നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖല്ല ത്വആമുഹു സ്വഹ ബദനുഹു വസഫ ഖൽബുഹു വമൻ കസുറ ത്വആമുഹു സഖമ ബദനുഹു വഖസ ഖൽബുഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഘുഭക്ഷണം കഴിക്കുന്നവരുടെ ശരീരം എപ്പോഴും ആരോഗ്യമുള്ളതാകും. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അനാവശ്യമായി വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ച് എപ്പോഴും ഭക്ഷണത്തിനോടുള്ള ആർത്തി മനുഷ്യൻ്റെ വയറ്റിലും നാവിലും മനസ്സിലും സംഘടിപ്പിക്കാതെ അത്യാവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ ശരീരം ആരോഗ്യമുള്ളതാവലോടുകൂടെ ഹൃദയം നല്ല സലീമായ ഹൃദയമായിട്ട്, തെളിമയുള്ള ശുദ്ധിയുള്ള ഹൃദയമായിട്ട് വരും. അതോടൊപ്പം തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്നതോടെ ശരീരം രോഗമുള്ളതാകും, ഹൃദയം കാഠിന്യമുള്ളതാകും. ഈ രണ്ട് കണ്ടന്റുകൾ എങ്ങനെയാണ് രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ, അമിതമായ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഫാറ്റ് അവൻ്റെ ഉള്ളിൽ പ്രയാസപ്പെടുത്തും. അവൻ്റെ ലിവർ ഫങ്ഷൻ കുറഞ്ഞു പോകും. അതോടൊപ്പം തന്നെ കിഡ്നിയുടെ വർക്ക് കുറഞ്ഞു പോകും. അമിതമായ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ട് ദഹനപ്രക്രിയ നടത്താനും അത് ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലാകുമ്പോൾ അവൻ്റെ ശരീരം വീക്കാവും. ആ ശരീരം വീക്കാകുന്നതനുസരിച്ച് അവൻ്റെ ശരീരം ക്ഷീണത്തിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ മനസ്സും ക്ഷീണിച്ചു പോകും. താല്പര്യക്കുറവുകൾ വരും. ഇബാദത്തിൻ്റെ ലസ്സത്ത്, മധുരം അവനെ തൊട്ട് കുറഞ്ഞു പോകും. എപ്പോഴും കിടന്നുറങ്ങാനും അതോടൊപ്പം തന്നെ മെയ്യനങ്ങാതെ പണിയെടുക്കുന്ന വളരെ ഫ്രീ ആയിട്ടുള്ള ജീവിതശൈലിയിലേക്ക് അവനെ മാനസികമായിട്ട് അവൻ എത്തിച്ചു കളയും. സ്വാഭാവികമായിട്ടും അവനൊരു മടിയനായിട്ട് മാറുമെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുറഞ്ഞ ഭക്ഷണം അതോടൊപ്പം തന്നെ നല്ല ഇബാദത്ത്, അങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സിന് നല്ല തെളിമയും ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വയറിനെ 3 പാർട്ടുകളാക്കി മാറ്റി, ഒരു ഭാഗം ഭക്ഷണം, മറ്റൊരു ഭാഗം വെള്ളം, മറ്റൊരു ഭാഗം വായു സഞ്ചാരം. നമുക്ക് നമ്മുടെ ഭക്ഷണ രീതികൾ നന്നാക്കി എടുക്കുമ്പോൾ ആരാധനക്കൊന്നുകൂടെ ശരീരം വഴങ്ങിത്തരുമെന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനുള്ള മനസ്സും തൗഫീഖും തരട്ടെ.